നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും കൃഷിദർശൻ ലൈവിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. 2015 അന്താരാഷ്ട്ര മണ്ണ് വർഷമായിട്ട് ലോകമെമ്പാടും ആഘോഷിച്ച ഒരു വർഷമാണ്. അതിൽ ഏതാണ്ട് അവസാന ഘട്ടത്തിലോട്ട് നാം അടുക്കുകയാണ്. അപ്പം മണ്ണ് ജീവൻ്റെ അടിസ്ഥാനമാണ് എന്നുള്ള ഒരു ആശയത്തെ മുൻനിർത്തി സോയിൽസ് ഫോർ ലൈഫ് എന്നുള്ള ഒരു സന്ദേശമാണ് ഈ വർഷത്തിൽ വിവിധ പ്രചാരണ പ്രവർത്തനങ്ങളിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ദൂരദർശൻ ഇതിൻ്റെ ഭാഗമായിട്ട് നിരവധി ലൈവ് പ്രോഗ്രാമുകളും ചർച്ചകളുമൊക്കെ സംഘടിപ്പിച്ചിരുന്നു. ആ ശ്രേണിയിലെ ഒരു ചർച്ചയാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. അടിസ്ഥാനപരമായി മണ്ണ് ഈ പറഞ്ഞ ജീവൻ്റെ ആധാരം എന്ന് പറയുന്നത് പോലെ തന്നെ കൃഷിയുടെ ആധാരമാണ്. മണ്ണ് അറിയാതെ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന പോലെ ഒരു ആരോഗ്യമുള്ള ഒരു സ്ത്രീക്ക് മാത്രമേ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ കഴിയൂ എന്ന് പറയുന്നത് പോലെ മണ്ണിന് വേണ്ടത്ര ആരോഗ്യം ഉണ്ടായാൽ മാത്രമേ അതിലുള്ള വിളകൾ വേണ്ടത്ര വിളവും വളർച്ചയും പ്രകടമാക്കുകയുള്ളൂ. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മണ്ണിനെ എങ്ങനെ നമുക്ക് കൂടുതൽ അടുത്തറിയാം എന്നുള്ള വിഷയത്തിലുള്ള ചർച്ചയാണെന്ന് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിൽ പങ്കെടുക്കുന്നത് വെള്ളായണി കാർഷിക കോളേജിലെ സോയിൽ സയൻസ് ആൻഡ് അഗ്രികൾച്ചറൽ കെമിസ്ട്രി വിഭാഗത്തിലെ മുൻ മേധാവിയും പ്രൊഫസറുമായിരുന്ന ഡോക്ടർ എൻ സൈഫുദ്ദീൻ സാറാണ്. സാറിനെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. നമസ്കാരം സാർ, ഇപ്പോൾ ഈ നമ്മുടെ തുലാവർഷത്തിൻ്റെ ഏതാണ്ട് അവസാനത്തെ ഒരു ഘട്ടത്തിലോട്ട് കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ പറയാം. അത് കഴിഞ്ഞ് ഈ പറഞ്ഞ ബംഗാൾ ഉൾക്കടലിലെ ഡിപ്രഷന്റെ ഭാഗമായിട്ട് മഴ തുടരുന്നുണ്ട്. ഇപ്പോൾ പെയ്യുന്ന മഴ അങ്ങനെയാണ് അറിയപ്പെടുന്നത്. ബംഗാൾ ഉൾക്കടലിലെ ഒരു ഡിപ്രഷന് ഫലമായിട്ടുണ്ടായതാണ്. തീർച്ചയായിട്ടും. കേരളത്തിൽ മാത്രമല്ല, ചെന്നൈയിലും മഴയുടെ ഭാഗമായിട്ട് നമ്മളെ നാട്ടിൽ വളരെ പ്രകടമായിട്ടുള്ള ഒരു പല പല പ്രശ്നങ്ങളിൽ ഒന്ന് ഈ മണ്ണൊലിപ്പ് ഉണ്ടായിട്ട് പുഴകൾ വളരെയധികം ചുവന്ന നിറത്തിലാവുക അല്ലെങ്കിൽ ചെളി കെട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പ്രശ്നം നമ്മൾ തുടക്കത്തിൽ ഈ ഒരു പ്രശ്നം എങ്ങനെ നമ്മൾ കൃഷിക്കാരെങ്ങനെ നേരിടാമെന്നുള്ള അതിനെക്കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത്? കേരളത്തിൻ്റെ ഭൂപ്രകൃതി അനുസരിച്ച് നമുക്കറിയാം, കേരളം മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ ഭൂപ്രകൃതിയിൽ വ്യത്യസ്തമാണ്. സമുദ്രനിരപ്പിൻ്റെ താഴെ മുതൽ ഒരു 2500 മീറ്റർ ആനമുടി വരെ ഉള്ള സ്ഥലമാണ് കേരളം. ഈ പശ്ചിമഘട്ടത്തിൻ്റെ പശ്ചിമ ഭാഗത്ത് ഉള്ള ഒരു ചരിവാണ് കേരളം. അതുകൊണ്ട് തന്നെ സാധാരണ നമ്മൾ പറയാറുണ്ട്, കേരളത്തിൽ മഴ പെയ്താൽ ഒരു 2 ദിവസത്തിനാവും 48 മണിക്കൂറിനാവും അറബിക്കടലിലെത്തുന്നത്. അത് നമ്മുടെ ഒരു 44 പുഴകളും ഇതിനിടയിൽ കൂടെ ഒരു 10-15 കിലോമീറ്റർ പോയ പുഴകളാണ്. 15 കിലോമീറ്റർ ഇടയിൽ. അപ്പോൾ കേരളത്തിൽ മുമ്പത്തെ തനതായ കൃഷി രീതിയിൽ മണ്ണിന് ആവരണം ഉണ്ടായിരുന്നു. ആവരണ വിളകളോ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഴ പെയ്താൽ മണ്ണ് നേരിട്ട് മഴവെള്ളത്തെ സ്വീകരിക്കുന്നില്ല. അതിലുള്ള പുല്ലോ അതിലുള്ള ചെടികളോ അതൊക്കെയായിരുന്നു. പക്ഷേ വ്യാപകമായ കൃഷി വന്നതിന് ശേഷം ഒരുപക്ഷെ പ്ലാന്റേഷൻസും മറ്റ് നമ്മുടെ റബ്ബർ പോലുള്ള ഏകവിള കൃഷിയിലേക്ക് വന്നതിന് ശേഷം മണ്ണ് ഇളക്കുമ്പോൾ പെട്ടെന്ന് നമുക്കറിയാം, 3000 മില്ലിമീറ്റർ മഴ പെയ്യുന്നൊരു സംസ്ഥാനമാണ്. ശക്തിയായി മഴ പെയ്യുമ്പോൾ പണ്ടൊക്കെ ഞാനെനിക്ക് 60 വയസ്സായി, കുട്ടിക്കാലത്തൊക്കെ ആണെങ്കിൽ തെളിനീരൊഴുകുമായിരുന്നു തോടുകളിലൂടെയും പുഴകളിലൂടെയും. ഇപ്പോൾ ഈ ശ്രീ ഉണ്ണികൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കലങ്ങിയ വെള്ളമാണ് ഒഴുകുന്നത്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ നഷ്ടം എന്ന് ഞാൻ പറയും. കാരണം ഒരു മേൽമണ്ണുണ്ടാകുക എന്ന് പറയുന്നത് 10,000-കണക്കിന് വർഷങ്ങളുടെ ഒരു ജീവജാലങ്ങളുടെയും പാറകളുടെ ദ്രവിക്കുന്ന ആ പ്രക്രിയയുടെയൊക്കെ ഫലമായിട്ടുണ്ടാകുന്ന മണ്ണ് ഒരു പെരുമഴയ്ക്ക് വലിച്ച് പുഴയിലേക്ക് എത്തും. ഇതിനെ തടയുന്നതിന് ഒരുപാട് മാർഗങ്ങളുണ്ട്. അങ്ങനെ നമുക്ക് മണ്ണ് സംരക്ഷണത്തിന് വേണ്ടി തന്നെ ഒരു വകുപ്പുണ്ട്. ധനസഹായം പോലും സർക്കാർ തലത്തിൽ കൊടുക്കുന്നുണ്ട്, ലഭ്യമാകുന്നുണ്ട്. എങ്കിൽ കൂടി പലപ്പോഴും ഇതൊരു ഏകീകൃതമായിട്ട് കേരളമൊട്ടാകെ എല്ലാ ഭൂപ്രദേശത്തും ഇങ്ങനെ മണ്ണൊലിപ്പ് തടയാനുള്ള പദ്ധതികളുടെ വ്യാപനം ഒരുമിച്ച് ചെയ്യാനായിട്ട് ഒരിക്കലും നമുക്ക് സാധ്യമാകുന്നില്ല, ഒരിക്കലും സാധ്യമാകുകയില്ല. പക്ഷേ നമ്മുടെ കൃഷിക്കാർ ഏറ്റവും പ്രധാനമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം, മണ്ണിളക്കുമ്പോൾ മണ്ണൊലിച്ചു പോകാതെ നോക്കണം, ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മൾ റബ്ബർ നടുകയാണെങ്കിൽ മിക്കവാറും ഇപ്പോൾ നിമ്നോന്നതാവസ്ഥ കോണ്ടൂർ ലൈൻ നോക്കിയാണ് ഇതിൻ്റെ പിറ്റെടുക്കുന്നതെന്ന് പറയും. കൃത്യമായി അതാ ചെയ്യേണ്ടത്. പക്ഷേ ആദ്യത്തെ ഒരു 2-3 വർഷം നമ്മളിതിനെ ഈ മണ്ണിൽ ആവരണമൊന്നും ഇല്ലാതെ കിടക്കുക. ആ സമയത്ത് ആണ് ഇതിൻ്റെ മണ്ണൊലിപ്പ് വരുന്നത്. ആ സമയത്ത് ഒരു ഇടവേള എന്നുള്ള രീതിയിൽ പലരും ഇപ്പോൾ കേതച്ചക്കയോ വാഴയോ ഒക്കെ നടുന്നുണ്ട്. ഓക്കെ, എന്നാൽ തന്നെയും ഒരു ഇടവേള എപ്പോഴും മണ്ണിൻ്റെ ആവരണം വേണം. അതായിരുന്നു പ്രധാനമായിട്ടുള്ളത്. നമുക്ക് കുറേ ബണ്ട് കെട്ടാം, കോണ്ടൂർ ബണ്ടെന്ന് പറയും. വളരെ വലിയ തുകകൾ നമ്മുടെ കേന്ദ്ര സർക്കാരും കേരള സർക്കാരും ഒക്കെ ഇക്കാര്യത്തിൽ ചിലവാക്കിയിട്ടുണ്ട്, സബ്സിഡി ആയിട്ടും കൊടുത്തിട്ടുണ്ട്.
പക്ഷെ എന്നിട്ടും നമ്മുടെ പുഴകൾ ചുവന്നാട് ഒഴുകുന്നു. അത് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കൃഷിക്കാരായ സഹോദരങ്ങൾ തന്നെയാണ്. ഓരോ തവണ നമ്മുടെ പുരയിടം എന്നാണല്ലോ ഇതിന് പറയുന്നത്, കാരണം എല്ലായിടവും പുരയാണ്. ആ പുരയിടത്തിൽ മണ്ണിളക്കുമ്പോൾ ആ മണ്ണ് ഒലിച്ചു പോകാത്ത രീതിയിൽ ആ ഭൂമിയുടെ ചരിവ് നോക്കി അതിനെ തടയുന്ന രീതിയിൽ ആയിരിക്കണം കൃഷി രീതികളും, ആയിരിക്കണം റോഡുണ്ടാക്കുന്നതും, ആയിരിക്കണം വീടുണ്ടാക്കുന്നത്. തീർച്ചയായിട്ടും. എന്നാലും കാലിന് ശേഷം തിരിച്ചു വരാം. ഹലോ, നമസ്കാരം, ആരാണ്? ഹലോ സാർ. ഹലോ, പറഞ്ഞോളൂ. എന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു കൃഷിക്കാരനാണ്. പേരും സ്ഥലവും ഒന്ന് പറയാമോ? സാറേ, ഞാൻ ഒരു കൃഷിക്കാരനാണ്. എന്റെ പേര് രതീഷ് എന്നാണ്. ടിവിയുടെ വോളിയം കുറയ്ക്കാമോ? വാമനാപുരം. രതീഷ് പറഞ്ഞോളൂ, ആ ടിവിയുടെ വോളിയം ഒന്ന് കുറച്ചിട്ട് പറഞ്ഞു. ചോദ്യം ചോദിച്ചോളൂ. ഹലോ, സാർ. സംസാരിച്ചോളൂ. ഞാൻ ഇവിടെ കപ്പവാഴയാണ് കൃഷി ചെയ്യുന്നത്. ശരി. അപ്പോഴത്തേക്ക് കൃഷി ചെയ്യുമ്പോഴത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് അത് വന്നിട്ടില്ല, കൂമ്പ് മരടിച്ചാണൊക്കെ ഇരിക്കുക. ശരി. അപ്പൊ അതിനെന്താ ചെയ്യേണ്ടതെന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിയർ ആയിരിക്കും സാർ. വാഴയുടെ കൂമ്പടപ്പാണ് നമ്മുടെ വിഷയം അതല്ലായിരുന്നു. എന്നാലും അത് എന്താ പേര് പറഞ്ഞ? രതീഷ് ഭാവനാപുരം സാർ. രതീഷ്, അത് ചികിത്സിച്ച് മാറ്റാവുന്ന ഒരു അസുഖമല്ല. കൂമ്പടപ്പ് വന്നാൽ ഒരു വൻ നഷ്ടമാണത്. ഒന്ന്, അതിൻ്റെ വാഴക്കന്ന് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ആ കൂമ്പടപ്പ് ഉള്ള പ്രദേശങ്ങളിൽ നിന്നും ആ വാഴക്കന്ന് ശേഖരിക്കാതായിരുന്നു. രണ്ട്, ഈ കൂമ്പടപ്പ് വരുന്നത് ഒരു പ്രാണി മൂലമാണെങ്കിലും അത് ആക്ച്വലി അതുണ്ടാകുന്ന കാര്യം ഒരു വൈറസാണ്. പ്രാണിയാണ് അത് പടർത്തുന്നത്, രോഗം ഉണ്ടാക്കുന്ന ഒരു വൈറസാണ്. എനിക്കൊരു 10-200 മൂട് വാഴയുണ്ട് സാർ. അതിനെ ആശ്രയിച്ചാണ് നമ്മളിപ്പോ ജീവിക്കുന്നത്. അത് കൂടുതൽ കാണുന്നുണ്ടോ? ഒരു മൂട് കണ്ടിട്ടുള്ളോ? മറ്റ് വരാറുണ്ട്. അത് കണ്ടുപാടെ നശിപ്പിക്കാൻ പറ്റുമോ? ഇല്ലല്ല, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അതിന്റെ ഈ ഇല വരുമ്പോഴത്തേക്കും മഞ്ഞ കളറിലാ വരുന്നത്. മഞ്ഞ കളറിലോ? മഞ്ഞ കളറിലാ വരുന്നത്. അല്ല, ഒരു കാര്യം ചെയ്യാമോ? അത് അടുത്തുള്ള കൃഷിഭവനിലൊന്ന് വിളിച്ച് കാണിക്കാമോ? ശരി സാർ, അവരൊന്ന് വിളിച്ച് ഉറപ്പായിട്ട് വരുമായിരിക്കും അല്ലേ? വിഷയമായിട്ടൊരു ബന്ധം ഇല്ലാത്തൊരു കാര്യമാണ്. അടുത്ത കൃഷിഭവനിൽ കാണിച്ച് എന്തായാലും പ്രതിനിധി ഉദ്ദേശിച്ച് തരും. വിളിച്ചതിന് നന്ദി, താങ്ക് യു. സാർ, ഈ പറഞ്ഞ മണ്ണിന്റെ ഘടന ഒന്ന്, രണ്ട് മണ്ണിന്റെ പോഷകമൂല്യം. ഘടന നമ്മൾ നിലനിർത്തുന്ന ഈ പറഞ്ഞ രീതിയിലുള്ള ബണ്ടിങ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ആവരണ വിളകൾ. ഈ ആവരണ വിളകളിൽ തന്നെ നമുക്ക് എന്തൊക്കെ ആവരണ വിളകൾ വളർത്താൻ പറ്റും? നമുക്ക് ഒരിക്കലും പയറുവർഗ്ഗങ്ങളാണ് ഏറ്റവും നല്ലത്. കാരണം പയറുവർഗ്ഗങ്ങൾക്കുള്ള ഏറ്റവും വലിയ ഗുണം അന്തരീക്ഷത്തിൽ നിന്നുള്ള പാക്യജനകം എന്ന് പറയുന്നത് നൈട്രജൻ ഭൂമിയിലേക്ക് ആവാഹിച്ചെടുക്കും അതിൻ്റെ വേരുകളിൽ. അപ്പോൾ നമ്മൾ സാധാരണ യൂറിയ, അമോണിയം സൾഫേറ്റ് എന്നൊക്കെ പറയുന്ന, അമോണിയം ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന വളങ്ങളുണ്ട്, വളരെ വില കൊടുത്ത് വാങ്ങും. അതിനൊക്കെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല കാര്യം. റബ്ബർ തോട്ടങ്ങൾക്ക് പ്യൂർ ഏരിയ എന്നൊക്കെ പറയുന്ന പയർവർഗ്ഗങ്ങൾ പല തരമുണ്ട്, പടർന്ന് വളരുന്ന. ഇത് പച്ചക്കറിക്ക് വേണ്ടിയുള്ള പയറല്ല ഞാൻ പറയുന്നത്, പയർവർഗ്ഗ ആവരണ ചെടികൾ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്നാണ് എൻ്റെ. അതുപോലെ ഇപ്പം മിനിമം ടില്ലേജ്, അല്ലെങ്കിൽ നമ്മൾ മണ്ണ് കിളയ്ക്കുന്നത് കുറയ്ക്കുക, അത് മണ്ണിന്റെ സ്വാഭാവിക ഘടനയെ അധികം ബാധിക്കുന്ന രീതിയിലുള്ള കിളയൽ സ്ട്രക്ചറിൽ വ്യത്യാസം. അതിനെക്കുറിച്ച് എന്താണ് സാറിൻ്റെ അഭിപ്രായം? തീർച്ചയായിട്ടും ഞാനൊരു ഈ എന്താ പറയുക, മിനിമം ടില്ലേജ് അല്ല സീറോ ടില്ലേജ് കൃഷിയുടെ വക്താവല്ലെങ്കിൽ കൂടി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൃഷിക്ക് വേണ്ടിയിട്ട് മണ്ണിളക്കുന്നതിന് അമിതമായ മണ്ണിളക്കലിൻ്റെ ആവശ്യമില്ല. ആ രീതിയിലുള്ള ഒരു കൺസെപ്റ്റ് ഇപ്പം ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പാരമ്പര്യ കൃഷിയിൽ നമ്മൾ ചേരുന്നത് പോലെ ഇടവിളകളും മറ്റുമൊക്കെ ആയിട്ട് നടക്കുമ്പോൾ നമുക്കൊരു പാടത്താണെങ്കിൽ നമ്മൾ നെൽകൃഷിക്ക് വേണ്ടിയിട്ട് പാടം ഉഴുതുമറിക്കുകയും നിരത്തുകയും ഒക്കെ ചെയ്യും. അതല്ലാതെ ഉള്ള കരയിലെ പുരയിടത്തിലെ കൃഷിയിൽ മണ്ണ് വളരെ ഇളക്കേണ്ട കാര്യമില്ല. അതിന് മിനിമം ഡിസ്റ്റർബൻസ് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ വിളകളും പ്രധാന വിളകളും ഇടവിളകളും വളർത്താൻ കഴിയുന്നതേ ഉള്ളൂ. അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞാൽ അതായിരിക്കും ഏറ്റവും നല്ലത്. പുതുതായിട്ട് പലേക്കറും മറ്റുമൊക്കെ പറഞ്ഞു വരുന്ന ആ കൃഷി രീതി ഒരുപക്ഷെ കേരളത്തിൻ്റെ പുരാതന കൃഷി രീതിയാണ് എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. തീർച്ചയായിട്ടും അതും അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. നമുക്കൊരു കോളിന് ശേഷം വീണ്ടും തിരിച്ചു വരാം. ഹലോ. ഹലോ. നമസ്കാരം, ആരാണ്?
ഡെയ്സി തൃശ്ശൂരിന്ന്. ഡെയ്സി ചോദിച്ചു. പറയൂ ഡെയ്സി. ഞാൻ ഈ ഇവിടുത്തെ മണ്ണിൽ ധാരാളം ചെതല് വരുന്നു. ഈ എന്തെങ്കിലും നട്ട് അത് കരിഞ്ഞു പോണു. ചെതല് തന്നെയാണോ? ചെതലാണെന്നാ ഇങ്ങനെ നോക്കുമ്പോഴേ അടിയിൽ ചെതലാണെന്ന് തോന്നണം. നെമറ്റോഡ്സ് എന്ന് പറയാം. ചെതൽ, ഉറുമ്പ് പോലെ ചെതല് കാണുന്നുണ്ടോ? ഉറുമ്പ് അങ്ങനെയില്ല, പക്ഷെ സാധനങ്ങൾ വാടി പോണു. നമ്മൾ നട്ടിട്ട് കുറച്ച് കഴിയുമ്പോ ചെതലാന്ന് തിന്നു പോണെന്ന് തോന്നണു. അത് വാടി ഇരിക്കണു. വെള്ളമൊക്കെ ഒഴിക്കണുണ്ട്. അതേ ചിതൽപ്പുറ്റ് പോലെ എന്തെങ്കിലും, അല്ലെങ്കിൽ ഉറുമ്പിന്റെ പോലെ ചെതൽ അറിയാമല്ലോ, അതുപോലെ എന്തെങ്കിലും പുറത്ത് നമ്മൾ കാണുന്നുണ്ടോ? നമ്മൾ നോക്കുമ്പോ ചെതലുണ്ട് അതില്. അതാ ചോദിച്ചത്. ഈ കിളച്ച് നോക്കുമ്പോ കോഴീനെ കഴിച്ചുവിടുകയാണെങ്കിൽ അത് മാന്തി മാന്തി തിന്നണാണ്. അപ്പൊ ചെതല് തന്നെ ആയിരിക്കും അല്ലേ? ചെതലോ ചെതല് പോലുള്ള ഏതെങ്കിലും പ്രാണികളോ ആയിരിക്കും. കണ്ടാൽ ചെതല് പോലെ ഇരിക്കുന്ന. അതെ, ഹലോ പറഞ്ഞോളൂ. ഹലോ, മറുപടി പറയാം. ഡെയ്സി ചെയ്യേണ്ടത് എന്തെങ്കിലും തരത്തിലുള്ള ജൈവവസ്തുക്കൾ, വേപ്പിൻ്റെ പിണ്ണാക്കായിരിക്കും ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഉണ്ണികൃഷ്ണൻ സാർ സൂചിപ്പിച്ചതുപോലെ തന്നെ അത് ഈ ചെടികളുടെ എന്തൊക്കെ ചെടികൾക്കിടയിലാണ് ഇത് കാണുന്നത്? എന്തായാലും വേപ്പിൻ പിണ്ണാക്കായിരിക്കും ഇതിനകത്ത് ഏറ്റവും നല്ല ഒരു പ്രതിവിധി എന്നാണ് എനിക്കിപ്പോൾ സൂചിപ്പിക്കാനുള്ളത്. വിളിച്ചതിന് നന്ദി. നമ്മുടെ മണ്ണിന്റെ ഈ പറഞ്ഞ മണ്ണ് ഒരു ജീവനുള്ള വസ്തുവാണല്ലോ. അതെ. നമ്മൾ പലപ്പോഴും ഈ കാർഷിക പഠനത്തിന്റെ ഭാഗമായിട്ട് ഇത് വെറും ഒരു നിർജീവമായുള്ള NPK സംയുക്തമാണെന്നൊക്കെ ഉള്ള തെറ്റിദ്ധാരണ നമ്മൾ പടർത്തിയിട്ടുണ്ട്. അതേസമയം മണ്ണിൽ നമ്മൾ കെമിക്കൽ ഇൻപുട്സ് എന്ന് പറയുന്നത് രാസവസ്തുക്കൾ, രാസവളങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇട്ടാൽ അത് മണ്ണിന്റെ ഘടനയും ജീവനെ എത്രത്തോളം ദോഷകരമായി ബാധിക്കുന്നുണ്ട്. മണ്ണ് വെറും പാറ പൊടിഞ്ഞത് പൊടിയാണ് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. പക്ഷെ മണ്ണിന് ജീവനുണ്ട് എന്ന് ആദ്യം സൂചിപ്പിച്ചത് ഡോക്ചൈവ് എന്ന് പറയുന്ന റഷ്യൻ ശാസ്ത്രജ്ഞനാണെന്ന് എനിക്ക് തോന്നുന്നു. മണ്ണ് സകല ജീവജാലങ്ങളെയും സപ്പോർട്ട് ചെയ്യുന്നത് പോലെ ജീവജാലങ്ങളില്ലെങ്കിൽ മണ്ണുണ്ടാകുന്നില്ല. മണ്ണുണ്ടാകുന്നതിനുള്ള പ്രാഥമിക കാരണങ്ങളിൽ ഒന്ന് ഭൂമിയിലെ ജീവജാലങ്ങളുടെ സാന്നിധ്യമാണ്. പാറ പൊടിച്ചാൽ പാറപ്പൊടിയേ കിട്ടുള്ളൂ. പാറ പൊടിച്ച് ജീവജാലങ്ങളുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് അനേക കാലം കൊണ്ട്, കാലാവസ്ഥയുടെ ഇൻഫ്ലുവൻസ് കൊണ്ട്, ചൂടും തണുപ്പും എല്ലാം കൊണ്ടാണ് ഈ മണ്ണുണ്ടാകുന്നത്. ആ മണ്ണിൽ നമ്മൾ വർഷങ്ങളായിട്ട് ഈ രാസവസ്തുക്കൾ ചേർക്കുന്ന കാര്യമാണ് പറയുന്നത്. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ നമ്മുടെ സർക്കാരിൻ്റെ പോളിസി അനുസരിച്ച് വരുന്ന കുറേ വർഷങ്ങൾക്ക് തന്നെ നമ്മൾ ഈ രാസവസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കുന്നുണ്ട്. നമുക്കതിൻ്റെ ആവശ്യമുണ്ടായിരുന്നു 60കളിലൊക്കെ. ഞാനൊരിക്കലും അതിനെ തള്ളി പറയുന്നില്ല. കാരണം വലിയ വലിയ ക്ഷാമങ്ങൾ കണ്ടിട്ടുള്ള രാജ്യമാണ്. അപ്പോൾ ഇന്ത്യ മാത്രമല്ല, ഭൂമിയിലെ പല ഭാഗങ്ങൾ. അപ്പോൾ ഈ ഹരിത വിപ്ലവം എന്ന് പറയുന്ന ആ ഒരു അത് ഉണ്ടായ സമയത്താണ് ഈ രാസവളങ്ങളുടെയും പുതിയ വിത്തനങ്ങളുടെയും ഒക്കെ ഒരു പ്രചാരണം വന്നത്. അത് കൃഷിക്കാർ ഏറ്റെടുക്കുകയും ചെയ്തു. നമുക്കിപ്പോൾ ഭക്ഷ്യ സ്വയം പര്യാപ്തതയുണ്ട്. അതിൻ്റെ കാരണം ഒരുപക്ഷെ ഹരിത വിപ്ലവം തന്നെയാണ്. പക്ഷേ അതുകൊണ്ട് മണ്ണിൽ രാസവസ്തുക്കളുടെ ഉപയോഗം, വളങ്ങൾ മാത്രമല്ലല്ലോ, ധാരാളം കീടനാശിനികൾ, മറ്റ് കുമിൾനാശിനികൾ, മറ്റ് പല രാസവസ്തുക്കളും എല്ലാം ചെന്ന് പതിക്കുന്ന ഈ മണ്ണിൽ തന്നെ. അങ്ങനെ മണ്ണിലുള്ള സൂക്ഷ്മാണുക്കളുടെ അളവ് വളരെ വളരെ കുറഞ്ഞു. മണ്ണിൽ രാസവളങ്ങൾ, കേരളത്തിലെ മണ്ണ് പൊതുവെ അമ്ലരസമുള്ളതാണ്, അസിഡിറ്റി ഉള്ളതാണ്. രാസവളങ്ങൾ ഉണ്ടാക്കുന്നതും അസിഡിറ്റിയാണ്, വീണ്ടും അസിഡിറ്റി ഉണ്ടാക്കുന്നു. ഈ കഴിഞ്ഞ വർഷം 14 അവസാനിച്ച കേരളത്തിലെ പ്ലാനിംഗ് ബോർഡ് തന്നെ ഫണ്ട് ചെയ്തൊരു പ്രോജക്റ്റ് 2.25 ലക്ഷം സോയിൽ സാമ്പിൾ, മണ്ണ് സാമ്പിളുകൾ ഞങ്ങൾ അനലൈസ് ചെയ്തു. അതിൽ 1 ലക്ഷത്തോളം ചെയ്ത് കാർഷിക സർവകലാശാല തന്നെ. അപ്പോൾ അതിലെ ഒരു പ്രധാന കണ്ടുപിടുത്തം കേരളത്തിലെ ഈ അമ്ലത്വം, മണ്ണിൻ്റെ അമ്ലത്വം കൂടിയിരിക്കുന്നു എന്നുള്ളതാണ്. പണ്ടൊക്കെ നമ്മൾ കുമ്മായം ചേർക്കുമായിരുന്നു. ഇപ്പോഴും അങ്ങനെ ചേർക്കണമെന്ന് നമ്മൾ പറയും, പക്ഷേ കുമ്മായം കിട്ടാനില്ല. കാൽഷ്യം, മഗ്നീഷ്യം പല മണ്ണിൽ വളരെ കുറഞ്ഞിരിക്കുന്നു. അയണും അലുമിനിയം വളരെ കൂടിയിരിക്കുന്നു. അങ്ങനെ കുറേ കണ്ടുപിടുത്തങ്ങളുണ്ട്, കുറേ പുതിയ കണ്ടുപിടുത്തങ്ങളുണ്ട്. പക്ഷേ ഇതിനെ ഒന്ന് തിരിച്ച് ബാലൻസ് കൊണ്ടുവരേണ്ടത് കേരളത്തിൻ്റെ ഏറ്റവും വലിയ അത്യാവശ്യമായ കാര്യമാണ്. തീർച്ചയായിട്ടും അതാണ് കേരള കൃഷി വകുപ്പ് തന്നെ അതിനുള്ള ചില മുൻകൈ എടുക്കുന്നുണ്ട്. കുമ്മായത്തിന് പകരം എന്താണ് പ്രതിവിധി, ഈ രാസവളങ്ങളുടെ ഉപയോഗം എങ്ങനെ കുറയ്ക്കാം,
ഡോളമൈറ്റ് എന്നൊരു ഉൽപ്പന്നമുണ്ട്, കാൽഷ്യവും മഗ്നീഷ്യവും ഒക്കെ ചേർന്ന്. ഇതിപ്പോൾ കർണാടകയിലും തമിഴ്നാട്ടിലും പല സ്ഥലങ്ങളിലും ഉണ്ട്. അത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇറക്കുകയോ എന്നതിനെക്കുറിച്ച് വരെ കൃഷി വകുപ്പ് ആലോചിക്കുന്നുണ്ട്. കുറച്ചൊക്കെ നടക്കുന്നുണ്ട്. എന്തായാലും ഏറ്റവും പ്രധാനമായിട്ട് കൃഷിക്കാരും കൃഷി വകുപ്പും ഞങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കേരളത്തിലെ മണ്ണിൻ്റെ ഈ അമ്ലാവസ്ഥ തന്നെയാണ്. അത് ഒരു ന്യൂട്രലായിട്ട് എത്തിച്ചു കഴിഞ്ഞാൽ തന്നെ കാർഷിക വിളകൾക്കുള്ള മൂലകങ്ങളുടെ ലഭ്യത മണ്ണിൽ കൂടും എന്നുള്ളതിന് സംശയമൊന്നുമില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഈ നമ്മുടെ പൊതുവായിട്ട് നമ്മൾ ഈ സാർ നേരത്തെ പറഞ്ഞ ഒരു ഹരിത വിപ്ലവത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമ്മൾ ഈ NPK എന്നുള്ളൊരു ത്രയത്തിന് മാത്രമേ പ്രാധാന്യം കൊടുത്തുള്ളൂ. അപ്പം അങ്ങനെയുള്ള വളങ്ങൾ മാത്രം ചേർത്തതോടി അതിൻ്റെ ഫലമായിട്ട് മണ്ണിലുള്ള സൂക്ഷ്മ മൂലകങ്ങൾ ചെടികൾ ഉള്ളിലോട്ട് വലിച്ചെടുത്ത് മണ്ണിൽ സൂക്ഷ്മ മൂലകങ്ങൾ ഇല്ലാത്തൊരവസ്ഥ ഒന്ന് പെട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഈ പഠനത്തിൻ്റെ ഭാഗമായി തന്നെ ഈ കാര്യം വെളിപ്പെട്ട് കഴിഞ്ഞു. അതായത് പക്ഷേ ഒരു കാര്യമുണ്ട്, ഏത് വിളകൾക്കായിരുന്നാലും ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റി, ഏറ്റവും കൂടുതലായിട്ട് ആവശ്യം വരുന്നത് പാക്യജനകവും ഭാഗവും ക്ഷവരവും തന്നെയാണ്. പക്ഷേ നമ്മളൊക്കെ കഴിക്കുന്ന വൈറ്റമിൻ ഉണ്ടല്ലോ, ആ വൈറ്റമിൻ പോലെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യങ്ങളാണ് സൂക്ഷ്മ മൂലകങ്ങൾ. തീർച്ചയായിട്ടും അയൺ, കോപ്പർ, മാംഗനീസ്, സിങ്ക് എന്നൊക്കെ പറയുന്ന. ഇതിലിപ്പോൾ ബോറോൺ തെങ്ങിന്, കേരളം തെങ്ങിൻ്റെ നാടാണല്ലോ, കേരളമാണല്ലോ, തെങ്ങിന് ഏറ്റവും അത്യാവശ്യമുള്ളൊരു മൂലകമാണ്. പക്ഷേ കേരളത്തിലൊട്ടാകെ തന്നെ ഈ ബോറോണിൻ്റെ ഒരു പോരായ്മ ഇപ്പോൾ ഈ കഴിഞ്ഞ പഠനത്തിൽ തെളിഞ്ഞു കഴിഞ്ഞു. അതൊന്ന് സിങ്കിൻ്റെ കാര്യത്തിലുണ്ട്. അത് നമ്മൾ എങ്ങനെ പരിഹരിക്കാൻ പറ്റും? ഈ ബോറോണിൻ്റെ സൂക്ഷ്മ മൂലകങ്ങൾ എന്ന് നമ്മൾ പറയുന്ന മൂലകങ്ങൾ വളരെ കുറച്ച് മതി. പക്ഷെ അത് ജൈവവളത്തിൽ തന്നെ അത് ലഭ്യമാക്കാൻ, ഞാനതാണ് പറയുന്നത്. നമുക്കൊരു പക്ഷേ ഇതിൻ്റെ ഒരു കെമിക്കൽ വാങ്ങിയിടേണ്ട കാര്യം വരില്ല. നമ്മൾ സാവധാനമാണെങ്കിൽ കൂടി കുറേശ്ശെ പഴയ ചാണകം കിട്ടാനില്ല എന്ന് പറയും, അല്ലെങ്കിൽ ജൈവമായിട്ടുള്ള പച്ചിലകൾ, ഇതൊക്കെ നമ്മുടെ മണ്ണിലേക്ക് തിരിച്ചെത്തിക്കുന്ന ഒരു രീതി തുടർന്ന് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ സൂക്ഷ്മ മൂലകങ്ങളെ നമുക്ക് തിരിച്ചെത്തിക്കാൻ കഴിയും. കൂട്ടത്തിൽ സൂക്ഷ്മാണു വളങ്ങളുണ്ട്, അതും ചേർക്കുന്നല്ല, അത് കൂടി നമ്മളൊന്ന് രാസവളങ്ങളുടെ കൂട്ടത്തിൽ ഇതിനെ കൂടി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. മണ്ണിന്റെ ജീവൻ വീണ്ടെടുക്കുക, മണ്ണിലെ ജൈവാവസ്ഥയെല്ലാം വീണ്ടെടുക്കുക. നമ്മുടെ സമയത്താണ്ട് കഴിയാറായിട്ടുണ്ട്. ഏതായാലും ഇന്നത്തെ ഈ ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നമ്മുടെ അതിഥിയുടെ വിലാസം പറയാം. വീണ്ടും കാണാം. ഡോക്ടർ N. സൈഫുദ്ദീൻ, മുൻ മേധാവി, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സോയിൽ സയൻസ് ആൻഡ് അഗ്രികൾച്ചർ കെമിസ്ട്രി, കാർഷിക കോളേജ് വെള്ളായണി. അദ്ദേഹത്തിൻ്റെ ഗൃഹവിലാസം TC 43/764/6 JNRA 4A, കല്ലാട്ടുമുക്ക്, മണക്കാട് PO, തിരുവനന്തപുരം. ഫോൺ 9847263300, 9847263300. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചർച്ച ഏതാണ്ട് അവസാനിക്കാറായിരിക്കുകയാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ അന്താരാഷ്ട്ര മണ്ണ് വർഷം അവസാനിച്ച് അടുത്തായിട്ട് വരാൻ പോകുന്ന ഇൻ്റർനാഷണൽ ഇയർ ഓഫ് പൾസസ് ആണ്. അതെ. അപ്പോൾ നമ്മൾ ഈ ഒരു വർഷം അവസാനിക്കുന്നുണ്ടെങ്കിൽ കൂടി മണ്ണുകളുടെ സംരക്ഷണം നമ്മൾ എക്കാലത്തും ഈ ഒരു വർഷത്തിൽ ആഘോഷത്തിൽ നിർത്തേണ്ട ഒരു കാര്യമല്ല. ഒരു കൃഷിക്കാർ ഈ കൃഷിയുടെ എല്ലാ ഘട്ടത്തിലും സുസ്ഥിരമായ വിളവിന് വേണ്ടി മണ്ണിൻ്റെ പരിപാലനവും മണ്ണിനെ അറിഞ്ഞുള്ള കൃഷിയും കൂടിയേ തീരൂ. ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ഇന്നത്തെ അതിഥിയായി വന്ന ഡോക്ടർ N. സൈഫുദ്ദീനും നന്ദി പ്രകാശിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. വളരെ നന്ദി, വളരെ നന്ദി. यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। CIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगी 10 से 15%
नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വാട്ടർ ഹാർവസ്റ്റിംഗ് സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷിക്കാം. കൂൺ കൃഷിയിൽ പരിശീലനം. വിശദമായ വാർത്തകളിലേക്ക്. ചടയമംഗലം നീർത്തട വികസന പരിപാലന പരിശീലന കേന്ദ്രത്തിൽ ഇഗ്നോയുടെ വാട്ടർ ഹാർവസ്റ്റിംഗ് സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. 10ാം തരം അല്ലെങ്കിൽ BPP ആണ് അടിസ്ഥാന യോഗ്യത. അപേക്ഷാ ഫീസ് 2000 രൂപ. അപേക്ഷാ ഫോറവും പ്രോസ്പെക്ടസും 200 രൂപയ്ക്ക് ഇഗ്നോയുടെ തിരുവനന്തപുരം, കൊച്ചി, വടകര എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന റീജിയണൽ സെന്ററുകൾ, ചടയമംഗലത്തുള്ള സംസ്ഥാന നീർത്തട വികസന പരിപാലന പരിശീലന കേന്ദ്രം, ഇഗ്നോ സെന്ററുകൾ എന്നിവിടങ്ങളിൽ ലഭ്യമാണ്. വിശദവിവരങ്ങൾക്ക് www.ignou.ac.in എന്ന വെബ്സൈറ്റിലോ 0474245051 0471233989 എന്നീ ഫോൺ നമ്പറുകളിലോ ബന്ധപ്പെടാം. ഉള്ളൂർ കൃഷിഭവന്റെ നേതൃത്വത്തിൽ പാറോട്ടുകോണത്ത് ജൈവ വിഭവ വിപണന കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. ട്രൈക്കോഡർമ, സ്യൂഡോമോണാസ്, ബ്യൂവേറിയ, വെർട്ടിസേലിയം, അസോസ്പൈറില്ലം, ആർബസ്കുലാർ, മൈക്കോറൈസ, മണ്ണിര കമ്പോസ്റ്റ്, PGPR മിക്സ് 1-2, ചാണകം, ഗോമൂത്രം, വേപ്പിൻ പിണ്ണാക്ക്, പച്ചക്കറി വിത്തുകൾ, തൈകൾ, ചെറുകിട യന്ത്രങ്ങൾ, ഗ്രോ ബാഗ്, ചകിരിച്ചോറ്, വിവിധയിനം കെണികൾ മുതലായവ മിതമായ നിരക്കിൽ കർഷകർക്ക് ലഭിക്കും. ഈ കേന്ദ്രത്തിൽ നിന്നും സാങ്കേതിക ഉപദേശങ്ങളും ലഭിക്കുമെന്ന് കൃഷി ഓഫീസർ അറിയിച്ചു. വെള്ളായണി കാർഷിക കോളേജ് ഇൻസ്ട്രക്ഷണൽ ഫാമിൽ ഈ മാസം 26, 27 തീയതികളിൽ കൂൺകൃഷി പരിശീലനം നൽകുന്നു. താൽപര്യമുള്ളവർ പേര് രജിസ്റ്റർ ചെയ്യണം. ഫോൺ നമ്പർ 9446175827. എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, ഗ്രോ ബാഗ്, ഫിറമോൺ കെണികൾ, മണ്ണിര കമ്പോസ്റ്റ്, നിംബിസിഡിൻ, PGPR 1, ട്രൈക്കോഡർമ, ബിവേറിയ, കയർപിത്ത് മുതലായ മിതമായ നിരക്കിൽ തിരുവനന്തപുരം കരവാരം കൃഷിഭവനിൽ നിന്ന് ലഭിക്കുമെന്ന് കൃഷി ഓഫീസർ അറിയിച്ചു. തിരുവനന്തപുരം ആനയറ വേൾഡ് മാർക്കറ്റ് കോമ്പൗണ്ടിൽ പ്രവർത്തിക്കുന്ന വിൽപ്പന കേന്ദ്രത്തിൽ ഇനിപ്പറയുന്ന നടീൽ വസ്തുക്കൾ വിൽപ്പനയ്ക്കായി എത്തിയിട്ടുണ്ട്. ചാവക്കാടൻ ഡോർഫ് ഇനം തെങ്ങിൻ തൈകൾ, കോട്ടുകോണം, ബെങ്കനപ്പള്ളി, ആലമ്പൂർ, ബെനീഷ്യൻ ഇനങ്ങളിലുള്ള മാവ്, തേൻവരിക്ക, കുടംപുളി, നെല്ലി, സപ്പോട്ട, ജാതി, ടിഷ്യൂ കൾച്ചർ വാഴ, പേര, ചാമ്പ, ചെറി, മാതളം, പച്ചക്കറികൾ, ഉദ്യാന സസ്യങ്ങൾ തുടങ്ങിയവ കൂടാതെ പൊട്ടിംഗ് മിശ്രിതം നിറച്ച ഗ്രോ ബാഗുകളും ലഭ്യമാണ്. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 9900 രൂപ, കോഴിക്കോട് 10800, തൃശൂർ 9900, കൊപ്ര കൊച്ചി 6715, കോഴിക്കോട് 7150, തൃശൂർ 6790, കുരുമുളക് അൺഗാർബിൾ 68800, ഗാർബിൾ 71800, ചുക്ക് മീഡിയം 19000, ബെസ്റ്റ് 20500, മഞ്ഞൾ സേലം 8800, ഈറോഡ് 9000, അടയ്ക്ക 24500 25500 മധ്യേ. കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് 10600, റബ്ബർ RSS 4ാം ഗ്രേഡ് 10900, കോട്ടയം റബ്ബർ RSS 5ാം ഗ്രേഡ് 10600, റബ്ബർ RSS 4ാം ഗ്രേഡ് 10850. കമ്പോള നിലവാരം കൊച്ചി. വെളിച്ചെണ്ണ 9900 രൂപ, കൊപ്ര 6715, പിണ്ണാക്ക് എക്സ്പെല്ല 2100, പിണ്ണാക്ക് റോട്ടറി 2400, കുരുമുളക് അൺഗാർബിൾ 68800, ഗാർബിൾ 71800, ചുക്ക് മീഡിയം 19500, ബെസ്റ്റ് 20500, അടയ്ക്ക പുതിയത് 24500 25500 മധ്യേ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 200 220 മധ്യേ. തൊണ്ടില്ലാത്തത് 400 425 മധ്യേ. ജാതിപത്രി 550 850 മധ്യേ. ഗ്രാമ്പു 760. റബ്ബർ RSS 5ാം ഗ്രേഡ് 10600, റബ്ബർ RSS 4ാം ഗ്രേഡ് 10900, ഒട്ടുപാൽ 6500, ലാറ്റക്സ് 7900 രൂപ. കമ്പോള അവലോകനം. കുരുമുളകിന്റെ വിലക്കയറ്റം കണ്ട് ഇറക്കുമതിക്കാർ വിദേശ ചരക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ്. ശ്രീലങ്കൻ കുരുമുളക് അടുത്ത വാരം എത്തുമെന്ന ഊഹാപോഹങ്ങളെ തുടർന്ന് മുളക് വില അല്പം കുറഞ്ഞെങ്കിലും കാർഷിക മേഖലയിൽ നിന്നുള്ള ചരക്ക് നീക്കം കുറവാണ്. ശൈത്യം ശക്തമായതോടെ
വടക്കേ ഇന്ത്യയിൽ നിന്ന് ചുക്കിന് കൂടുതൽ അന്വേഷണങ്ങൾ എത്തിയെങ്കിലും ഉൽപ്പന്ന വിലയിൽ മാറ്റമില്ല. ഉയർന്ന വില പ്രതീക്ഷിച്ച് ഉൽപാദകർ തിരക്ക് പിടിച്ചു. ഈറോഡ് സേലം വിപണികളിൽ മഞ്ഞൾ വിൽപ്പന ഉയർന്നു. ഔഷധ നിർമ്മാതാക്കൾക്കൊപ്പം കയറ്റുമതിക്കാരും മഞ്ഞൾ ശേഖരിച്ചു. കൊച്ചിയിൽ വെളിച്ചെണ്ണ വില 10,000-ലേക്ക് ഉയരാനുള്ള ശ്രമത്തിലാണെങ്കിലും പ്രാദേശിക ഡിമാൻഡ് ശക്തമല്ല. പ്രതികൂല കാലാവസ്ഥ തമിഴ്നാട്ടിലെ കൊപ്ര സംസ്കരണത്തെ ബാധിച്ചു. റബ്ബർ വില 6 വർഷത്തെ താഴ്ന്ന നിലവാരത്തിൽ എത്തിയിട്ടും ടയർ കമ്പനികൾ ഷീറ്റ് സംഭരിക്കാൻ ഉത്സാഹിച്ചില്ല. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 33.3 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.5 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 34.8, 23.4. കൊച്ചി 31.4, 25.2. ആലപ്പുഴ 31.9, 25.2. പുനലൂർ 32.4, 23. തിരുവനന്തപുരം കൂടിയ താപനില 30.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.6 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.